ശരി, ഇപ്പോൾ ദുരന്ത നിവാരണ വിദഗ്ധൻ ശരവണകുമാർ ചേരുന്നുണ്ട്. സർ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. സർ, എന്തായിരിക്കാം ഇപ്പോഴുണ്ടായ ഈ പ്രതിഭാസത്തിന് പിന്നിൽ? അതായത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയും. ഭൂമിയിലുള്ള ഒരു പ്രതിഭാസമാണ്. സോയിൽ പൈപ്പിംഗ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡിംഗ്, ഉരുൾപൊട്ടൽ. തേർഡ് സ്റ്റേജ് ആണ് ഭൂകമ്പം. ഈ മൂന്ന് പ്രോസസ്സും കണക്റ്റഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ്. എന്ന് വെച്ചാൽ വയനാട്ടിൽ ഇപ്പൊ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതും വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ, അങ്ങനെ വലിയ ഭൂകമ്പം സംഭവിക്കാനുള്ള സ്ഥലമല്ല വയനാട്. വയനാട്ടിലുള്ള ഈ പ്രകമ്പനം, ഭൂമിയിനുള്ളിൽ ഇപ്പൊ സംഭവിച്ച പ്രകമ്പനം എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ഭൂകമ്പങ്ങൾക്കുള്ള ട്രാവലിംഗ് ട്രമേഴ്സ്, സഞ്ചരിക്കുന്ന ചലനങ്ങളാണ്. അതായത് പുഴകൾ എന്ന് വെച്ചാൽ ഇപ്പൊ ചാലിയാർ പുഴയുണ്ട്, അവിടെ തന്നെ പാണ്ടിയാർ, പുന്നപ്പുഴ, ഇങ്ങനെ കുറെ പുഴകളുണ്ട്. പുഴകൾ എന്ന് വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് കവിത എഴുതാനുള്ളത് മാത്രമല്ല. പുഴകൾ എന്ന് വെച്ചാൽ ഫ്രാക്ചർ ലൈൻ ആണ്, ഓൺ ദി ബേസിസ് ഓഫ് സയൻസ്. ഈ ഫ്രാക്ചർ ലൈനുകൾ ഇത്രയും മഴയിൽ അകന്നിട്ടുണ്ടാകാം. ഈ ഫ്രാക്ചർ ലൈനുകൾ കണക്റ്റഡ് ആണ്. ഈ ട്രാവലിംഗ് ട്രമ്മർ എന്ന് പറയുന്നത് വയനാട്ടിലുള്ള ഫാൾട്ട് ലൈൻ, FAULT, ഫാൾട്ട് ലൈൻ എന്ന് പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റ് പോലെ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്ലേറ്റ് ബൗണ്ടറീസ്, ഇത് കണക്റ്റഡ് ആയിട്ടുള്ള തരംഗങ്ങളാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഈ ചലനം, ഉള്ളിലുള്ള ഈ പ്രകമ്പനങ്ങൾ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കും എന്ന് കരുതേണ്ടതില്ല. പക്ഷേ ഈ ചലനം നമ്മളെ നയിക്കുന്നത് കോഴിക്കോടായിരിക്കാം, പാലക്കാട്ടിലേക്കായിരിക്കാം, ഊട്ടി വഴി കോയമ്പത്തൂരിലേക്കായിരിക്കാം. കാരണം ട്രാവലിംഗ് ട്രമേഴ്സ്, സഞ്ചരിക്കുന്ന ചലനങ്ങളാണ് ഇപ്പോ അവിടെ സംഭവിച്ചത്. പ്രത്യേകം ഒറ്റ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പം സംഭവിച്ചിട്ടുള്ളത് തെക്കേ ഇന്ത്യയിൽ തന്നെ ചിറ്റൂർ, നല്ലേപ്പിള്ളി, പാലക്കാടാണ്. റിക്ടർ സ്കെയിൽ 6.4. 1900 ഫെബ്രുവരി 8 പുലർച്ചെ 3:11 ആ ഭൂകമ്പം. കുന്നൂർ, ഊട്ടി, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം എന്നീ പ്രദേശങ്ങളിലെല്ലാം അതിന്റെ പ്രത്യാഘാതം അനുഭവപ്പെട്ടു. 25,000 ചതുരശ്ര കിലോമീറ്റർ. എന്ന് വെച്ചാൽ ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ചത് പഴയ പ്രഭവ കേന്ദ്രം ചിറ്റൂർ, നല്ലേപ്പിള്ളി, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഈ പഴയ പ്രഭവ കേന്ദ്രത്തെ ഉന്നം വെച്ചുള്ള സഞ്ചരിക്കുന്ന ചലനമായിരിക്കും. അതാണ് അതിന്റെ ശാസ്ത്രവശം, അതാണ് അതിന്റെ പ്രകൃതിവശം. ശ്രീ ശരവണകുമാർ, ഇവിടെ ആളുകൾക്ക് സ്വാഭാവികമായി നമ്മളൊരു ദുരന്തം മുഖത്ത് നിന്നിട്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ വലിയ പേടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇനി തുടരണോ, എന്താണ് ഇനി, ഇനിയും ശബ്ദം കേൾക്കുമോ, ഇതിന്റെ തുടർ എന്ന വണ്ണം മറ്റ് പ്രതിഭാസങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ പേടിയുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ഇപ്പോൾ എന്താണ് പറയാൻ കഴിയുക? അവരുടെ ആശങ്കയ്ക്ക് നമുക്ക് എന്താണ് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുക? അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനകീയ സർക്കാരുകളുടെ ആദ്യത്തെ കടമ എന്നുള്ളത് ജനങ്ങളുടെ ജീവന സുരക്ഷ നൽകുന്നതാണ്. ജനങ്ങളുടെ ജീവന സുരക്ഷ നൽകുന്നതാണ് ആദ്യത്തെ കടമ. ഏത് സർക്കാരാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് സുരക്ഷാ മുൻകരുതലുകൾക്കായി പറഞ്ഞാൽ ഇവർക്ക് പണിയില്ല, വെറുതെ ആവശ്യമില്ലാതെ പേടിപ്പെടുത്തുന്നു എന്ന് പറയും നമ്മൾ തന്നെ. പക്ഷേ പറഞ്ഞില്ലെങ്കിൽ, പറഞ്ഞിരിക്കാമല്ലോ, എന്തെങ്കിലും ചെയ്തിരിക്കുമല്ലോ, ഇത്രയും ടെക്നോളജി വളർന്നല്ലോ, എന്ത് ചെയ്യാത്തത് എന്നും പറയും. അതുകൊണ്ട് ഇവിടെ മുൻകരുതൽ സുരക്ഷ എന്നുള്ളത് the right to know the right information at the right time. It's everyone's right. ഈ ഭൂമിയിൽ ഇവിടെ ഭരിക്കുന്നവരാകട്ടെ, ശാസ്ത്രലോകമാകട്ടെ, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ പൗരനും അറിയിക്കേണ്ടത് ആദ്യത്തെ തലയായ കടമയാണ്. കാരണം എന്തെന്ന് പോലും അറിയാതെ വയനാട്ടിൽ മരിച്ചുപോയവർക്ക് അതുപോലെ ഇനിയും മരിക്കാൻ പാടില്ല. ഇപ്പൊ മരിച്ചവരെല്ലാം നമുക്കുള്ള തന്നിട്ടുള്ള സന്ദേശമാണത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഓരോ പൗരനും അറിയിക്കേണ്ട കടമ. അത് പേടിക്കുമെന്ന് പറഞ്ഞ് അറിയിക്കാതിരിക്കാൻ പാടില്ല, അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ, അതൊരു കടമയാണ്. നന്ദി ശ്രീ ശരവണകുമാർ, താങ്കളുടെ പ്രതികരണത്തിന്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്, അവരുടെ ആശങ്ക ദൂരീകരിക്കേണ്ടതുണ്ട്.